ചരിത്രം കുറിച്ച് ഇന്ത്യയും യൂറോപ്പും 17 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒപ്പുവെച്ചു. ആഗോള GDPയുടെ 25% കരാർ പ്രതിനിധീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 200 ബില്യൺ ആളുകൾക്ക് നേട്ടമെന്നായിരുന്നു യൂറോപ്യൻ പ്രതിനിധി ഉർസുല വോൺ ഡെർ യെലന്റെ അഭിപ്രായം. അമേരിക്ക അധിക ചുങ്കം ഏർപ്പെടുത്തി തളർത്തിയ ഇന്ത്യൻ കയറ്റുമതിയിൽ വൻ കുതിപ്പാവുകയാണ് യൂറോപ്പുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, പുതിയ ലോകക്രമത്തിലേക്ക് ഇന്ത്യ കൂടി കയറി വരുന്നതിന്റെ ഭാഗമായി കൂടി ഈ കരാറിനെ വിലയിരുത്തുന്നവരുണ്ട്. 17 വർഷത്തെ കാത്തിരിപ്പ്, ചർച്ചകൾ, അതിനൊടുവിൽ ഈ കരാറിൽ ഒപ്പിടുമ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യ മുന്നിൽ കാണുന്ന സാധ്യതകൾ? ശ്രീജ, ചരിത്രം കുറിച്ചു എന്നുള്ളത് ഏറ്റവും അർത്ഥവത്തായ വാക്കുകളാണ്. കാരണം ഇന്ത്യയും യൂറോപ്പും തമ്മിൽ കഴിഞ്ഞ 17 വർഷമായി വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ സ്വതന്ത്ര വ്യാപാര കരാറുമായിട്ട് നടന്നിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് വലിയ രീതിയിലൊരു ഹോൾട്ട് ഉണ്ടായെങ്കിലും 2022 ആ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഒരു ചരിത്ര നിമിഷത്തിൽ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ ഇവിടെ രാജ്യത്തെത്തി. ഇന്ത്യയിൽ 2 ദിവസമായി അവർ തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു കരാറിൽ കൃത്യമായ രീതിയിൽ അവർ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. പ്രധാനമായും അമേരിക്ക ചുമത്തിയ താരിഫിൽ തളർന്നു കിടന്ന ഇന്ത്യൻ കയറ്റുമതിയെ വീണ്ടും കൈപിടിച്ചുയർത്താൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇപ്പോൾ ഇന്ത്യ വച്ചിരിക്കുന്നത്. അതിൽ 90% ഇന്ത്യൻ കയറ്റുമതിക്കും 97% എന്നാണ് യൂറോപ്യൻ പ്രതിനിധികൾ പറയുന്നത്. അങ്ങനെ ഇത്രയും വലിയ രീതിയിൽ വലിയ ശതമാനം കയറ്റുമതിക്കും ഇനിയിപ്പോൾ താരിഫില്ല, ചുങ്കമില്ല, നികുതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ലെതർ ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, കെമിക്കൽസ്, ഇലക്ട്രോണിക്സ്, ജ്വല്ലറി എന്നീ മേഖലകളിൽ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടാകാൻ പോകുന്നു. അവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. യൂറോപ്യൻ രാജ്യങ്ങളിൽ 27 യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, അതായത് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, 27 രാജ്യങ്ങളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്കുറവുണ്ടാകും. അവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡ് വരും. അങ്ങനെ വലിയ രീതിയിൽ ഇന്ത്യൻ കയറ്റുമതിക്ക് ഒരു പ്രോത്സാഹനം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു നിർണായകമായ ചുവടുവെപ്പാണ് ഇപ്പോൾ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ വില കുറയും. യൂറോപ്യൻ കാറുകൾക്ക് വില കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ കൂടുതലായി വിറ്റഴിക്കാനും അങ്ങനെ യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്ന ഒരു വലിയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 2023-2024 കാലയളവിൽ മാത്രം 135 ബില്യൺ ചരക്ക് വ്യാപാരമാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നടന്നത്. ഇനിയിപ്പോൾ ഈ ഒരു 135 ബില്യൺ എന്ന് പറയുന്നത് അതിൻ്റെ 3-4 ഇരട്ടിയോളം ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ ഡിമാൻഡ് കൂടും. ആ ഡിമാൻഡിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകും. ഇത് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി കൂടിയാണ്. കാരണം 50% ഇന്ത്യക്ക് മേൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധിക ചുങ്കം ചുമത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വെട്ടിക്കുറവ് വരുത്തി അതെല്ലാം നേരെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റാനാണ് ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് ലോക രാജ്യങ്ങൾ തന്നെ ഗ്ലോബൽ GDPയുടെ 25% വരുന്ന അത്രയും പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു കയറ്റുമതിയായിരിക്കും അങ്ങോട്ടേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നീക്കമായിരിക്കും ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല, നേരത്തെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒരു കരാർ വെച്ചിരുന്നു. UK വിഷൻ 2025 എന്നുള്ളതായിരുന്നു. അത് 2035 കൂടി ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാരം 500 ബില്യണിലേക്ക് ഉയർത്താനുള്ള ഒരു കരാർ അന്ന് കഴിഞ്ഞ ജൂലൈ 2025 ഇന്ത്യയും ബ്രിട്ടനുമായി ഒപ്പുവെച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ ഇന്ത്യയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഐസ്ലാൻഡ്, ലീച്ടെൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കരാർ വച്ചിരുന്നു. EFTA കരാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് ഇപ്പോൾ ഇന്ത്യക്ക് താരിഫ് വളരെ കുറവാണ്. അപ്പോൾ പുതിയ ഒരു 27 രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുമായി നേരത്തെ തന്നെ കരാറുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രികളിൽ കൂടി ഇപ്പോൾ ഇന്ത്യക്ക് സ്വതന്ത്രമായി
സുഗമമായി വ്യാപാരം നടത്താൻ, അതായത് ചുങ്കമില്ലാതെ വ്യാപാരം നടത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന കരാറുകളും ഇപ്പോഴത്തെ കരാറും കൂടി ചേർത്ത് എല്ലാം കൂടി ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോകത്തെ ആകെ GDP-യുടെ 25% പ്രതിനിധീകരിക്കുന്ന ഒരു ബില്ലാണ്, ഒരു കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല യൂറോപ്യൻ പ്രതിനിധികൾ പറയുന്നത്, ഉർസുല പറയുന്നത്, ലോകത്ത് തന്നെ 200 കോടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കരാറാണ് ഇത്. ഇവിടെ തീരുന്നില്ല, ഇതൊരു തുടക്കമാണ്. ഇന്ത്യയുടെയും യൂറോപ്പിൻ്റെയും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കമായിട്ടാണ് ഈ ഒരു ബില്ലിൽ ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നതിനെ കാണുന്നത് എന്നാണ് യൂറോപ്പും പറഞ്ഞിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾക്കും രണ്ട് പ്രദേശങ്ങൾക്കും, ഇന്ത്യക്കും അതുപോലെ യൂറോപ്പിനും വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കിന്, അവരുടെ വ്യാപാര ബന്ധത്തിന് വലിയ രീതിയിലുള്ള ഊർജം പകരാൻ ഈ ഒരു കരാറിന് കഴിയുമെന്ന് കൂടി യൂറോപ്പ് പറയുന്നു. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പ്രതികരണം വന്നിരുന്നു. അതായത് റഷ്യയെ സഹായിക്കുന്ന ഇന്ത്യയോടാണ് യൂറോപ്പ് കരാർ വയ്ക്കുന്നത്. ഇത് യുക്രൈനുമായിട്ടുള്ള ബന്ധത്തെ, യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രോത്സാഹിപ്പിക്കാനേ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വഴിവെക്കൂ എന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി അമേരിക്കയുടെ നീരസം, ഈ ഒരു ഇന്ത്യ യൂറോപ്പ് ബന്ധത്തിൽ അമേരിക്കയുടെ നീരസം കൃത്യമായി അവർ പ്രകടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അമേരിക്കയെ കൃത്യമായ രീതിയിൽ അകറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക ചുങ്കം ചുമത്തിയതിന് പിന്നാലെ ഇന്ത്യ മറ്റു വഴികൾ തേടുന്നു. ആ വഴികൾ തേടിയതിൽ ഏറ്റവും വലിയ ഡീൽ, മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് യൂറോപ്പും ഇന്ത്യയും ഈ കരാറിന്, ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അത് കൃത്യമായും ആ വാക്ക് അന്വർത്ഥമാക്കുന്ന കരാറുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വ്യാപാരത്തിന് പുറമെ ഡിഫൻസിലുമടക്കം പ്രതിരോധ മേഖലയിലും കരാറുകൾ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുമിച്ച് ഇന്ത്യയും യൂറോപ്പും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ പോയിന്റ്സും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് ഒപ്പുവെച്ചിരിക്കുന്നു. 17 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പ്രധാനപ്പെട്ട ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാറിന് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ വരുന്ന മണിക്കൂറുകളിൽ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ഒരുപക്ഷെ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് മുന്നിൽ കാണേണ്ടതുണ്ട്. ശ്രീജ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.